Chicken Peri Peri. It's real peri peri hot. Chicken, it's my choice. കുഞ്ഞു മനസ്സിന്റെ രാഗവിലോല ഭാവങ്ങളുടെ സ്വരസന്ധിയിൽ നമ്മുടെ മേഘടു എത്തുന്നു. വെൽക്കം മേഘ്നക്കുട്ടി ഓൺ സ്റ്റേജ്. ആരുടെ ഇത് അജുകിന അജുകിത ഗുമുകിന ഗും വാട്ട് വി എന്താണിത്? ആരാ ഇത്? ഓട്ടോക്കാരാ? എന്ത് ഓട്ടോക്കാര്? എന്ത് പറഞ്ഞോണ്ട് അങ്ങോട്ട് വന്നത്? അതാണല്ലേ ഭാഷ. മീശ കൊള്ളാലോ. ഇപ്പൊ വളർന്നതാണോ? ഇപ്പൊ വളർന്നതാണോ? പിന്നെ ഇന്നലെ മുളച്ച മീശ അല്ലേ? പൊടിമീശ മുളയ്ക്കണ കാലം ആണോ? ഇടനെഞ്ചില് ബാൻഡടി മേളം. ആണോ? മേളമാണോ? മുടി എങ്ങനെയായേ? അയ്യോ, ഓട്ടോക്കാരന്റെ പേരെന്താ? ആരാ? രാമനോ? രാമൻ. രാമൻ എന്നാണ് പേര്. ഹലോ രാമേട്ടാ. എന്തോ ഇത് ഓട്ടോക്കാരൻ രാമേട്ടനാണോ? അതെ. ഉഷക്കുട്ടി. ഓട്ടോയുടെ പേര് ഉഷക്കുട്ടിയോ? അത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഒറ്റ മിനിറ്റ്. രാമനാണോ പ്രേമനാണോ? പ്രേമൻ. സോറി, പേര് ചെറുതായിട്ടൊന്ന് മാറി. കുഴപ്പമില്ല. രാമനും പ്രേമനും ഒക്കെ അടുത്തടുത്തുള്ള വാക്കാണ്. ഓ, പി രാമൻ. ആപ്പിള് വേണോ? അല്ല, ചിലപ്പോഴേ ഇനിഷ്യലി ചേർത്ത് വായിച്ചായിരിക്കും പി രാമൻ എന്നായിരിക്കും. ഓട്ടോയുടെ പേര് ഉഷക്കുട്ടി. അതെന്താ അങ്ങനെ ഇടാൻ കാരണം? ആരാ അത്? ഇഷ്ടത്തിന് ഓട്ടോ പേര് ഓട്ടോയുടെ ഇഷ്ടത്തിന് ഓട്ടോ പേര് വെച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു ഉഷക്കുഞ്ഞേന്ന് വിളിക്കാൻ പറഞ്ഞു എന്നോട്. ഓട്ടോ പറഞ്ഞേ. ഓക്കെ. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഈ പ്രേമേട്ടനാ. പ്രേമേട്ട ഏത് പാട്ടാന്ന്? പാട്ടൊന്നുമില്ല, ജസ്റ്റ് ഉണ്ട്. ഓ, ഞാൻ വിചാരിച്ചു കിഴക്കുമ്മല കമ്മലിട്ട തങ്കത്താളം. ഏത് കമ്മല്? കിഴക്കുമ്മല കമ്മലിട്ട തങ്ക. കിഴക്കുമല കമ്മത്തിട്ട് അതാണോ? അപ്പൊ നമുക്ക് കേക്കാം അല്ലേ? റെഡിയാണോ? പഠിച്ചിട്ടുണ്ടോ? ആരാ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ? മ്യൂസിക് ഡയറക്ടർ ഇളയരാജ. ഇളയരാജ സർ. ഇളയരാജ അങ്കിൾ. അങ്കിൾ. പിന്നെ ആരാണ് ഇത് എഴുതിയത്? എഴുതിയത് വയലാർ. വയലാർ ആരാ? അങ്കിളോ സാറോ? വയലാർ ചലച്ചിത്രം. ആരാ? ചലച്ചിത്രല്ലേ? അല്ല, ചലച്ചിത്രം. വയലാർ ചലച്ചിത്ര ചിത്രം അത്ര ഓർമ്മയുള്ളൂ. വയലാർ ചലച്ചിത്രമാണ് ഈ പാട്ട്. പിന്നെ സിനിമയുടെ പേര്. അപ്പോൾ കഥ തുടരാൻ പോവാണ്. പാടിയിരിക്കുന്ന കാർത്തിക്. കാർത്തികോ? കാർത്തിക് ആരാണ്? അനിയനാണ് കാർത്തിക്? കൂട്ടുകാരനാണോ? പാട്ട് പാടിയിരിക്കുന്ന ഒറിജിനൽ. ഒറിജിനൽ. അതോ കൂട്ടുകാരനാണോ അനിയനാണോ എന്ന് ചോദിച്ചത്? കൂട്ടുകാരൻ. കൂട്ടുകാരനാ? അത് ശരി. ആ പയ്യനായിട്ട് എത്ര നാളത്തെ പരിചയമുണ്ട്? അതറിയില്ല. കാർത്തിക്കുമായിട്ട് കൊറേ നാളായി ഓട്ടോയിൽ കയറാൻ തുടങ്ങിയിട്ട്. ഓടായതുകൊണ്ട് ഓട്ടോയിലെ നിർത്തി. ഇന്നാണ് ഞാൻ എടുത്ത ഓട്ടോ. അത് ശരി. അപ്പൊ ഓക്കെ, തുടങ്ങാം അല്ലേ? പ്രേമേട്ടാ, കഥ തുടരാം. പാട്ട് തുടരൂ. പാട്ടിന്റെ കഥ തുടരാം. അയ്യോ, ഒരു സെക്കൻഡ്. ഹലോ, ഒരു കോള് വരുന്നുണ്ട്. ഒരു കോള്. ആരാ? ഹലോ. ഹലോ. അതെ, ദീപക് ദീപാണ്. നമ്മുടെ മീനൂട്ടി.
ഓ ഓ ഓ ഓക്കെ ഓക്കെ. അല്ല അത് നമ്മുടെ അടുത്ത് ഇവിടെ കാശ്മീർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആപ്പിൾ സെയിൽസ്. അതാണ്. എന്നെ ചോദിച്ചതോ? മീനോട്ടി ഈ തൃപ്പൂണിത്തുറ ജംഗ്ഷനിൽ വാങ്ങിച്ചിട്ട് കാശ് കൊടുക്കാതെയാണോ? ഇത് അത് എല്ലാം റിട്ടേൺ ചെയ്യാം. 4 കടിച്ചു പോയി, അതുകൊണ്ട് അത് ഇവിടെ വെക്കാം കേട്ടോ. 5 ഉണ്ട്. 5 ഓൾറെഡി കടിച്ചു പോയി. ഇവിടെ അത് കുഴപ്പമില്ല, നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തു. തിരിച്ചിപ്പോ കൊടുത്തു വിടാം. മീനുട്ടി പോയി കൊടുത്തു വിടാം. അത് പൈസ തരുമോ? എന്തൊക്കെയായിരുന്നു കാശ്മീര്, അച്ഛൻ കാശ്മീർ എന്നെ ചതിച്ചതോ? ദീപങ്ങളെ പൈസ തരണം കേട്ടോ. ഇല്ല, അവര് തിരിച്ചെടുത്തോളാന്ന് പറഞ്ഞു. പൈസ കൊടുക്കാതെയോ? ആ മീനുട്ടി കടിച്ച ആപ്പിളിന് ഒന്നുകൂടി വാല്യൂ കൂടുതലാന്ന് പറഞ്ഞു. ഓ എനിക്ക് വയ്യ, അന്നേരം കൂടെ കൊടുത്തേക്കാം. നമുക്ക് പാട്ട് തുടരാം അതോ കഥ തുടരണോ? പാട്ട് തുടരാം. എന്നാ പാട്ട് തുടരൂ. തങ്കത്താളം കളിക്കളം പുള്ളിത്തടം പുറകെ ഒരു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം ഉറക്കം പൊഴിഞ്ഞം വിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുമപ്പോ ഹേ ഉറക്കമൊഴിഞ്ഞം വിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുമപ്പോ തുടുത്തു വരുമാ വണി തെല്ലിനെ തഗ്ഗണക്ക് തക്കത്താം ജഗ്ഗണക്ക് തക്കത്താം തക്കുമുക്ക് തട്ടും മേളം കിഴക്കും മല കമ്മലിട്ട തങ്കത്താളം കളിക്കളം ഒളിത്തടം പുറകേറു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം താളം കളിക്കളം ഒളിത്തടം പുറകേറു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാം പെരുക്കിടാം ഉറക്കമൊഴിഞ്ഞം വിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ
ചുമപ്പോ ഉറക്കമൊഴിഞ്ഞം വിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുമപ്പോ തുടുത്തു വരുമാവണി തെല്ലിനെ തഗ്ഗണക്ക് തക്കത്താം ജഗ്ഗണക്ക് തക്കത്താം തക്കുമുക്ക് തട്ടും മേളം കിഴക്കും മല കമ്മലിട്ട തങ്കത്താളം കള്ളിക്കള്ളം ഒള്ളിത്തട്ടം പുറക്കേഴു മംഗളത്തിൻ തകിൽ താളം മുഴക്കിടാ പെരുക്കിടാ. പ്രേമേട്ടാ. അല്ല ഓ മേഘടു സോറി. അല്ല MJ അങ്കിൾ അവിടെ അത് കാണുന്നില്ലല്ലോ. ഇല്ലല്ലോ. വിളിച്ചു നോക്കും, മേഘടു വിളിച്ചാ വരും. അവിടെ സുഷിന്റെ അടുത്ത് ആരോ അവിടെ സുഷിന്റെ അടുത്ത് ആരോ. പ്രേമേട്ടാ സുഷോ പ്രേമേട്ടനോ? ആ സുഷ് എന്ന് വിളിച്ചു. സുഷ് എന്ന് വിളിക്കുകയാണെങ്കിൽ പ്രേമേട്ടനായിരിക്കും. ആരോ തോക്കൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. തോക്കല്ല ഇത്. സബാഷ്. നല്ല ഒച്ചയല്ലേ? വായിക്കട്ടെ, കൊള്ളാമോ? ആ കൊറേ സമയം അങ്ങനെ ഇട്ടോണ്ടേയിരിക്കേ. അങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കാനാ? നല്ല സുഖം. അടി വാങ്ങി, എനിക്ക് ഇട്ടോണ്ടിരിക്കാനും പറ്റില്ല. ഞാൻ ഒരു പാട്ട് വായിച്ചു കേൾപ്പിക്കാം. 1 2 1 2 3 4. അതവിടെ കിട്ടിപ്പോയി. ആവേശം കേറി ഇതൊക്കെ പോയി കയ്യിൽ. എന്നിട്ട് ഡാൻസ് ചെയ്തൊക്കെ പാടുമ്പോഴും ഓർത്തത് അയ്യോ നക്ഷത്രമെല്ലാം കയ്യിൽ പോയി. ലിപ് മൂവ്മെന്റ് അല്ലേ ഇത്? എനിക്ക് വയ്യ. എനിക്ക് പറ്റിയ പണി വല്ലതും ചെയ്താൽ ലിപ് മൂവ്മെന്റ് തെറ്റിപ്പോയി. അതൊന്നും കൂടെ പാടിക്ക് കറക്റ്റ് ചെയ്യോ നിങ്ങളുടെ? അവിടെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അവിടെ ഒന്ന് പാടി കേൾപ്പിച്ചേ. കിഴക്കുമല കമ്മലിട്ട തങ്കത്താളം കള്ളിക്കള്ളം ഒളിത്തടം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അവിടെ കമ്മലിട്ട് ആ കമ്മ അത് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പാടാമോ, ഫോഴ്സ് ചെയ്ത് പാടാമോ? കിഴക്കുമല കമ്മലിട്ട തങ്കത്താളം കള്ളിക്കള്ളം ഒളിത്തടം കളിക്കള്ളം ഒളിത്തടം. അങ്ങനെ പാട്. ഉറക്കേറു മംഗളത്തിൻ 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 താക്കിൽ താളം തട്ടടാ പാടപ്പാടാ ഉറക്കമൊഴിഞ്ഞം വിളി നിനക്കോ മനസ്സിനൊരു കുങ്കുമ ചുമപ്പോ പിന്നെ ഉറക്കമൊഴിഞ്ഞം പിന്നെ തക്കണക്ക ജക്കണക്ക തക്കണക്ക് തക്കണക്ക് തക്കത്താം തക്കണക്ക് തക്കത്താം. തക്ക തക്ക അതല്ലേ തക്ക. തഗ്ഗണക്ക് തക്കത്താം. അതിന്റെ അർത്ഥം എന്താ? തഗ്ഗണക്ക് അന്നൊരർത്ഥമില്ല. ഇല്ലേ? ഇല്ല, വെറുതെ ഒരു രസത്തിന് പാടുന്നതാണ്. ഓ സബാഷ്. രസവും ചോറും രസം. രസവും ചോറും കഴിക്കാൻ വേണ്ടി വിശക്കൊന്നും അതായിരിക്കും. ഓ, വിശക്കുമ്പോ പാടാനുള്ളതാണോ? തക്കണക്ക് തക്കത്താം. പിന്നെ അവിടെ ഇച്ചിരി ശ്രുതി പോയി. തഗ്ഗണക്ക് തക്കത്താം തക്കണക്ക് തക്കത്താം. ജഗ്ഗണക്ക് തക്കത്താം ജക്കണക്ക് തക്കത്താം തക്കത്താം തക്കത്താം. തക്കുമുക്ക് തട്ടും മേളം തക്കുമുക്ക് തട്ട് മേളം. എങ്ങനെ മേളം. മേളം. അങ്ങനെ അയ്യോ കുറെ മേളിലേക്ക് പോ. കുറെ കൂടെ മേളിൽ പോണം. കുറച്ചും കൂടെ മേളിൽ. മേളം. അയ്യോ തക്കുമുക്ക് തട്ടും മേളം. തക്കുമുക്ക് തട്ട് മേളം. ആണോ? കറക്റ്റ് ആണോ? അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പാടിക്കഴിച്ചത്. തഗ്ഗണക്ക് തക്കത്താം ജഗ്ഗണക്ക് തക്കത്താം തക്കുമുക്ക് തട്ടും മേളം. അതാണ്. അപ്പോ കണ്ണൻ കുറച്ചും കൂടെ ശ്വാസം എടുത്തിട്ട് അത് പാടിക്കുക, കുറച്ചുകൂടെ എനർജി ചെയ്ത് എടുത്തു. ഇനി പഠിക്കൂ. തഗ്ഗണക്ക് തക്കത്താം ജഗ്ഗണക്ക് തക്കത്താം തക്കുമുക്ക് തട്ടും മേളം. ഇപ്പൊ മനസ്സിലായി. അതിനു മുമ്പേ നമുക്ക് നല്ല ശ്വാസം എടുത്തു കഴിഞ്ഞാൽ കിടിലമായിട്ട് പാടാൻ പറ്റും. അനുപല്ലവി ചരണത്തിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കേട്ടോ.
കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനുബന്ധി ചരണത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശ്രുതി പോയി, ചില കറക്റ്റായിട്ട് താളത്തിന് വീണില്ല, ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങളൊന്നും അങ്കിളോട് പറയാനില്ല കേട്ടാ. വെറുതെ പറഞ്ഞാണേ. നന്നായിട്ട് പാടി കേട്ടാ. ഇനി നന്നായിട്ട് പാടുമോ? ഇനി അതിന് ട്രൈ ചെയ്യണം കേട്ടോ. You should try, okay? Yes. Yeah, please agree to me. What you? I can't understand. You can't Can you understand say- me, okay. Again? You have to Here, now. promise that you're going to sing better Yes, next yes, time. I will sing, I will sing. Right. മേഘനക്കുട്ടി എന്തെന്തോ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പാട്ട്? മോക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടോ? ആ പക്ഷെ എപ്പോഴും ഇങ്ങനെ നടക്കും, പാടുമ്പോൾ ഇങ്ങനെ നടക്കും ചില സമയമൊക്കെ. ഈ പാട്ട് പാടിയപ്പോ മോൾക്ക് ടെമ്പോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെനിക്ക് ആ സംഗതി വേഗം വേഗം എടുക്കാൻ പറ്റുന്നില്ല. ഓ, അതുകൊണ്ടാണ് താളം പ്രശ്നം പറ്റിയത്. പക്ഷെ താളത്തിൽ ആ സംഗതി പാടാൻ പറ്റില്ലേ? പറ്റും, പക്ഷെ വേഗം വേഗം ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. ടെമ്പോയ്ക്ക് അനുസരിച്ച് ഇങ്ങനെ എടുക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ പാട്ടുകൾ വരുമ്പോ അച്ഛനോട് പറയണം. നമ്മളെപ്പോഴും പറയാറില്ലേ, ഒരു ടെമ്പോ ഒന്ന് ഫോണിൽ ഇട്ടുതാ. അപ്പൊ ടെമ്പോ ഇട്ട് തരുമ്പോ ആ ടെമ്പോ ക്ലിക്ക് കേട്ടിട്ട് മോള് പാടുമ്പോ റിഹേഴ്സലിനും കറക്റ്റ് ആയിട്ട് വരും. ഇതിപ്പോ എന്താ വെച്ചാൽ മോളുടെ കുഞ്ഞു വായടകത്ത് ഇതെല്ലാം കൊള്ളിച്ച് താളത്തിലും കൂടി വരുന്ന സമയത്ത് കുറച്ച് ലൂസായി പോകുന്നത് മാതിരി തോന്നി അങ്കിളിന്. പക്ഷേ ആ അനുപല്ലവിയിലും ചരണത്തിലൊക്കെ നല്ല സ്വീറ്റായിട്ട് ചില സംഭവങ്ങൾ പാടിയില്ലേ. ഓ, അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അതിന് വലിയൊരു കയ്യടി അങ്കിൾ തരാം. ഈ പാട്ടിലൊരു ലൈൻ ഉണ്ടായിരുന്നല്ലോ, വന്നൊഴുകും ഒരിടം. അതേതാണെന്ന് പാടിയേ. കുരുന്നുമണിക്കാറ്റേ നീ കുറുമ്പിലിനി കൂടാൻ വാ. എനിക്കൊരു ശീലോടെ ഇളഞ്ഞി മരക്കീഴേ വാ. മുറിച്ച തളിരിൻ ദോഷനിലയിൽ വയറു നിറയെ ചോറു തരാം. നിനക്കൊന്നു കരാൻ നാവിലലിയാൻ മധുരമിനിയും കൊണ്ടുവരാം. കുളിരൊരു കുടം ഒന്നൊഴുകുമൊരിടം. ബാക്കി ബാക്കി പിന്നെ അതന്നെ. പോരട്ടെ. കുളിരൊരു കുടം ഒന്നൊഴുകുമൊരിടം കണ്ടുണരുമൊരു ഇരിനെ തക്കണക്ക് തക്കത്താം ജഗ്ഗണക്ക് തക്കത്താം തക്കുമുക്ക് തട്ടും മേളം. സൂപ്പർ. അസാധ്യം. ഓ, ഈ വയലാർ ചിത്രശാല നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ശരിക്കും ആരാണ് ഈ പാട്ട് എഴുതിയത്? വയലാർ തന്നെയാ. വയലാറോ? ബാക്കി എന്താ? വയലാർ ചിത്ര ശലഭം. അല്ല ചിത്ര വയലാർ ശരത്തേടെ കേക്കണ്ട. വയലാർ ശരത് ചന്ദ്ര വർമ്മ. ശരത് ചന്ദ്ര വർമ്മ. പിന്നെ അതെ വർമ്മ. അല്ല, വയലാർ ശരത് ചന്ദ്ര വർമ്മ. വയലാർ ശരത് 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 ചന്ദ്ര ചന്ദ്ര വർമ്മ. വർമ്മ. ആ കൂട്ടി പറഞ്ഞേ. വയലാർ ശരത് ശർമ്മ വർമ്മ. വർമ്മ. വയലാർ ഈ കുട്ടി വയലാർ ശരത് ശരത് ചന്ദ്ര ചന്ദ്ര വർമ്മ. വർമ്മ. ശരത് ചന്ദ്ര വർമ്മ. ശരത് ചന്ദ്ര വർമ്മ. കാര്യം അടിപൊളി പാട്ടൊക്കെയാണ്. പക്ഷെ ഇത് പാടി വരുമ്പോ വിവരം അറിയും. ഇവരെന്ന് പറഞ്ഞ അതെ, പാടി വരുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നു. അതിങ്ങനെ കുഞ്ഞു പ്രായത്തിൽ ഇത്ര വളരെ നന്നായിട്ട് അത് പാടി. കുറച്ച് ആ താളം വലിഞ്ഞു, കുറച്ച് ശ്രുതി മുകളിലേക്ക് എത്തിയില്ല. അതൊക്കെ ഉള്ളു പ്രശ്നം. പിന്നെ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടക്ക് 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 താം. അത് എങ്ങനെയാ? തക്കണക്ക് തക്കത്താം ജഗ്ഗണക്ക് തക്കത്താം തക്കുമുക്ക് തട്ടും മേളം. യെസ്, വെരി ഗുഡ്. താങ്ക് യു. പ്രേമേട്ട. മേഘ്ന. പ്രേമേട്ട അല്ലേ? അല്ല, എവിടെ പോയി പ്രേമേട്ട? അഭിനയിച്ചതല്ലേ? ആണോ? എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അല്ല, ഇല്ല. പ്രേമേട്ടൻ മീനാക്ഷി ചേച്ചിയുടെ അത്ര ഉണ്ടാവുള്ളൂ. ഞാൻ മേഘ്ന കുട്ടിയാ. അതാണ് ഇത്രയും ഭംഗിയായിട്ട് പാടിയത്. തകർത്ത് പാടിയല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പിന്നെ എക്സ്പ്രഷൻസും അങ്ങനെ വാക്കുകൾ പറയുന്ന രീതി. ഇപ്പൊ കാർത്തിക് ആ മലയാള വാക്കുകൾ ഒരുപോലെ വേറൊരു സ്റ്റൈലിലാണ് പറയുന്നത്. ആ ഒരു സ്റ്റൈലിസ്റ്റിക് എലിമെന്റ്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യാനുള്ള കഴിവില്ലേ, അതാണ് ഞാൻ അഭിനന്ദിക്കുന്നു. അസാധ്യമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ മോൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ അത് ഞാൻ മേടിച്ചു തരാം. ഒരു ബാർബി ഡോൾക്ക് ഇടാനൊരു ഡ്രസ്സും പിന്നെ ഷൂസ് ഒക്കെ. അത് ഓക്കെ. ബാർബി ഡോൾ ഇടാനുള്ള ഡ്രസ്സും ഷൂസും ഡൺ. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് എൻ്റെ മേഘന കുട്ടീനെ
മീശ വെച്ചിട്ട് കാണുന്നതിനേക്കാളും നല്ലത് മീശ ഒന്നും ഇല്ലാതെ മേഘന കുട്ടിയായിട്ട് കാണണം. പക്ഷെ മീശ വരച്ചു വെച്ചേക്കുവാ. വരച്ചു വെച്ചിരിക്കുകയാണ്. ഓ മൈ ഗോഡ്. മീശ വേണമെങ്കിൽ അതിങ്ങനെ തുറച്ച് വേണമെങ്കിൽ മേഘന ഇടുന്ന പോലെ ഉടുപ്പിട്ട് കാണിച്ചു തരാം. ആ അതെങ്കിലും പറ്റുമോ? കാണിച്ചു തരാം, കണ്ടോളെ. ഫാന്റാസ്റ്റിക്. അത് മതി. അപ്പൊ എനിക്ക് മേഘന കുട്ടീനെ തിരിച്ചു കിട്ടി. നമ്മുടെ മേഘനക്കുട്ടിക്ക് ഇന്ന് മാർക്ക് എന്ന് പറയുന്നത് 9 on 10. 9 on 10. Yeah. ഓഹോ അങ്ങനെ. 9 out of 10. Thank you. 9 out of 10. Thank you. 27 out of 30. And that means Smolk in the judges panel തരുന്നു a triple wow. അട്ടിപ്പൂക്കുട്ടി. Congratulations, you are awarded a triple wow. 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 Thank you, sir. All the best. ചാച്ചാ. അല്ല ചോക്ലേറ്റ് വേണം നോക്കല്ലേ? വാ ഇങ്ങോട്ട് ഓടി വാ. Chicken Peri Peri. It's real Peri Peri hot. Chicken, it's my choice.